ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ജൂലൈ 31 നടക്കുന്ന എക്സാം നല്ലതായി പഠിച്ചിട്ട് എഴുതിയെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളോർക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതെന്ന്. അങ്ങനല്ല, കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലുള്ളൊരു മേഖലയായിട്ട് CSEB-യുടെ മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സെക്ഷൻ ഓഫ് KCS Act empower the government to exempt any cooperative societies from payment of certain tax fees and duties? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: വിച്ച് സെക്ഷൻ ഓഫ് KCS Act empower the government to exempt any cooperative societies from payment of certain taxes, fees and duties? ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ചില വിധത്തിലുള്ള ടാക്സിൽ നിന്നും ഡ്യൂട്ടീസിൽ നിന്നുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്: ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 38, ഓപ്ഷൻ സി 39, ഓപ്ഷൻ ഡി 40. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 40. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നെയിം ദ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മീറ്റ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പർ who have availed loans from cooperative societies and died within the repayment period of such loans. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: നെയിം ദ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മീറ്റ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പർ who have availed loans from cooperative societies and died within the repayment period of such loans. ലോൺ എടുത്തിട്ട് ആ വ്യക്തി അതിൻ്റെ തിരിച്ചടവ് കാലാവധിക്കുള്ളിൽ മരിച്ചു പോകുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന കുറച്ച് ആനുകൂല്യമുണ്ട്. ആ ലോണിക്ക് കിട്ടുന്ന കുറച്ച് ആനുകൂല്യമുണ്ട്. ആ ടൈപ്പിലുള്ള ഫണ്ടിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റിസ്ക് ഫണ്ട്, ഓപ്ഷൻ ബി റിസർവ് ഫണ്ട്, ഓപ്ഷൻ സി മെമ്പർ റിലീഫ് ഫണ്ട്, ഓപ്ഷൻ ഡി കോമൺ ഗുഡ് ഫണ്ട്. ആൻസർ റിസ്ക് ഫണ്ടാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്ര രൂപയാണോ ലോൺ എടുക്കുന്നത് അതിൻ്റെ 0.5% ആണ്, 50% റിസ്ക് ഫണ്ടായിട്ട് ഈടാക്കുന്നത്. നേരത്തെ ഇത് 0.35% ആയിരുന്നു. ഇപ്പോൾ ഇത് 0.50% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 0.50യും അതിൻ്റെ 18% GSTയും കൂടെ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ GSTയും കൂടെ കണക്കാക്കിയിട്ടാണ് റിസ്ക് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: exempt societies which are permitted to issue long-term loans and societies with unlimited liability shall not grant loans for periods exceeding month. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: except societies which are permitted to issue long-term loans and societies with unlimited liabilities shall not grant loans for period exceeding months. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സൊസൈറ്റീസ് അല്ലാതെയുള്ള സൊസൈറ്റീസ് മാക്സിമം എത്ര നാളത്തേക്ക് വരെയുള്ള ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് 60, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 30. എത്രയാണ്? 120. ഏകദേശം 10 വർഷ കാലാവധിക്കുള്ള ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സംപ്റ്റ് സൊസൈറ്റീസ് വിച്ച് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ലോങ് ടേം ലോൺസ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ്. അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ലാതുള്ള സൊസൈറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ: എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഹൂ ഹാവ് നോ പവർ ടു കൺവീൻ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ഹൂ ഹാവ് നോ പവർ ടു കൺവീൻ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടാൻ അധികാരമില്ലാത്തതാരാണ്? ഓപ്ഷൻ എ എൻക്വയറി ഓഫീസർ, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റർ, ഓപ്ഷൻ സി ലിക്വിഡേറ്റർ, ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ. ആരായിരിക്കും?
ആൻസർ ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചുമതലകളൊക്കെയാണുള്ളത്. ഒരിക്കലും റിട്ടേണിംഗ് ഓഫീസറിന് ജനറൽ ബോഡി വിളിച്ചു കൂട്ടാനുള്ള അധികാരമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫൈനൽ വോട്ടേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പബ്ലിഷ്ഡ് വിതിൻ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ പോൾ. അതായത് ഇലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് എത്ര ദിവസത്തിന് മുൻപ് എന്താണ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ദ ഫൈനൽ വോട്ടേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പബ്ലിഷ്ഡ് വിതിൻ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ പോൾ. ആൻസർ ഓപ്ഷൻ ഒന്നുകൂടെ നോക്കിയേക്കുക. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 30. ആൻസർ ഓപ്ഷൻ ബി 20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൽ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് amendment of bylaw shall be signed by the secretary and dash members of the committee. അതായത് അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രൊപ്പോസൽ സെക്രട്ടറിയും എത്ര മെമ്പർമാരുമാണ് സൈൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. ആൻസർ ഓപ്ഷൻ എ 2 ആണ്. ആൻസർ ഓപ്ഷൻ എ 2. അടുത്ത ക്വസ്റ്റ്യൻ. Any society refuse to issue identity card to any member, the aggrieved person may appeal to the dash within 15 days from the date of receipt of the order of refusal. Question ഒന്നുകൂടെ. Any society refuse to issue identity card to any member, the aggrieved person may appeal to the dash within 15 days from the date of receipt of order of refusal. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഐഡൻറ്റിറ്റി കാർഡ് നിരസിച്ചു കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് ആ വ്യക്തിക്ക് അപ്പീൽ നൽകാം. 15 ദിവസത്തിനകം റെഫ്യൂസൽ ലഭിച്ച് 15 ദിവസത്തിനകം അപ്പീൽ കൊടുക്കാം. ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ സെക്രട്ടറി, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ. ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് ഡാഷ് സെക്ഷൻ ഓഫ് ദ KCS ആക്ട്. KCS ആക്ടിൻ്റെ എത്രാമത്തെ സെക്ഷനിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ 28A, ഓപ്ഷൻ ബി 28AB, ഓപ്ഷൻ സി 28AA, ഓപ്ഷൻ ഡി 28B. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 28B ആണ്. എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? മെമ്പേഴ്സ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ് ആൻഡ് ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് ആസ് പെർ KCS ആക്ട്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരിൽ കുറയാനും പാടില്ല, എത്ര പേരിൽ കൂടാനും പാടില്ല? ഓപ്ഷൻ തന്നേക്കുന്നത് 7 to 13, അടുത്ത ഓപ്ഷൻ 7 to 15, അടുത്ത ഓപ്ഷൻ 5 to 10, ഓപ്ഷൻ ഡി 7 to 21. വളരെ ശ്രദ്ധിച്ചെഴുതേണ്ട ഒരു ആൻസറാണ്. ആൻസർ 7 to 15. 7 പേരിൽ കുറയാനും പാടില്ല, 15 പേരിൽ കൂടാനും പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ടു ഹും ആൻ അപ്പീൽ ഷാൽ ലൈ against an order made by the registrar under section 71 directing the winding up of a society. Question ഒന്നുകൂടെ. To whom an appeal shall lie against an order made by the registrar under section 71 directing the winding up of a society. ഒരു സെക്ഷൻ 71 അനുസരിച്ച് എന്താണ് സൊസൈറ്റിയുടെ വൈൻഡപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രജിസ്ട്രാറിൻ്റെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൊസൈറ്റീസിന് എവിടെയാണ് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന്. ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ട്രിബ്യൂണൽ, ഓപ്ഷൻ ബി ഗവൺമെൻറ്, ഓപ്ഷൻ സി ആർബിട്രേഷൻ കോർട്ട്, ഓപ്ഷൻ ഡി ഗവർണർ. ആൻസർ ഓപ്ഷൻ ബി ഗവൺമെൻറ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ
കേരള ഈസ് എ ഡാഷ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള ഈസ് ഡാഷ്. അതായത് കേരളത്തിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്താണ്? ഓപ്ഷൻ എ അപ്പെക്സ് സൊസൈറ്റി, ഓപ്ഷൻ ബി സെൻട്രൽ സൊസൈറ്റി, ഓപ്ഷൻ സി ഫെഡറൽ സൊസൈറ്റി, ഓപ്ഷൻ ഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നിങ്ങൾക്ക് പലപ്പോഴും ഇതിലൊരു സംശയം തോന്നാം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. നമ്മളൊരു കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിന് കൃത്യമായിട്ടൊരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ ഇലക്ഷൻ ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി റെഫേർഡ് ടു ദ. അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ നടന്നിട്ട് അതിൽ തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ആർക്കാണ് റെഫർ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ട്രിബ്യൂണൽ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആർക്കാണ് ആൻസർ? ഓപ്ഷൻ ബി രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, പവർ ടു മേക്ക് റൂൾ ബൈ ഗവൺമെൻറ് ഈ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ഓഫ് 1969. ഗവൺമെൻറ്റിന് റൂൾ മേക്ക് ചെയ്യാനുള്ള പവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് KCS ആക്ടിൻ്റെ എത്രാമത്തെ സെക്ഷനിലാണ്? ആൻസർ ഓപ്ഷൻ എ 98, ഓപ്ഷൻ ബി 108, ഓപ്ഷൻ സി 109, ഓപ്ഷൻ ഡി 110. ആൻസർ ഓപ്ഷൻ സി 109 ആണ്. എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, റൂൾ മേക്കിംഗ് പവർ ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 109, സെക്ഷൻ 109. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ നോട്ട് കമ്മിങ് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് BR Act shall resources as per dash of the KCS Act. Cooperative societies which are not coming under the purview of BR Act shall resources as per dash of the KCS Act. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് BR ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത ഒരു റിസോഴ്സസ് കെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ സെക്ഷൻ 63, ഓപ്ഷൻ ബി റൂൾ 63, ഓപ്ഷൻ സി സെക്ഷൻ 62, ഓപ്ഷൻ ഡി റൂൾ 64. ആൻസർ ഓപ്ഷൻ ബി റൂൾ 63 ആണ്. റൂൾ 63യിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which section of the KCS Act empowers the registrar to issue direction to the committee of the society to suspend its officers? Question ഒന്നുകൂടെ, which section of the KCS Act empowers the registrar to issue direction to the committee of the society to suspend its officers? അതായത് രജിസ്ട്രാറിന് ആരോട് ആവശ്യപ്പെടാം? കമ്മിറ്റിയോട് ആവശ്യപ്പെടാം സൊസൈറ്റിയിലെ ഇത്ര ഓഫീസർമാരെ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ, മാൽ പ്രാക്ടീസ് കാണിക്കുന്ന ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡയറക്ഷൻ നൽകാൻ വേണ്ടിയിട്ടൊരു വകുപ്പുണ്ട്. അതേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ സെക്ഷനാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 66A, ഓപ്ഷൻ ബി 68A, ഓപ്ഷൻ സി 66B, ഓപ്ഷൻ ഡി 66C. ആൻസർ ഏതാണ്? 66B. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ഡാഷ് ഓഫ് ദ KCS ആക്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ വിജിലൻസ് ഓഫീസർ. ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് എ വിജിലൻസ് ഓഫീസർ. എന്താണ്? വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 66A, ഓപ്ഷൻ ബി 68A, ഓപ്ഷൻ സി 69A, ഓപ്ഷൻ ഡി 70A. ആൻസർ ഓപ്ഷൻ ബി 68A. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള? കേരളത്തിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെൻറ്. ആൻസർ ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ ലിക്വിഡേഷൻ പ്രൊസീഡിംഗ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്. അപ്പോയിൻറ്റ് ചെയ്ത് എത്ര നാളിനകം ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഓപ്ഷൻ എ 2 ഇയർ, ഓപ്ഷൻ ബി 3 ഇയർ, ഓപ്ഷൻ സി 4 ഇയർ, ഓപ്ഷൻ ഡി 5 ഇയർ. ആൻസർ ഓപ്ഷൻ ബി 3 ഇയർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി എന്നെനിക്കറിയാം. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പഠിച്ച് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആൻസർ കൃത്യമായി എഴുതും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.